നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്നതിന്റെ നിർണായക തീരുമാനം ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഉണ്ടാകും. ഇനി നമ്മളുടെ മുന്നിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കെൽപ്പുള്ള നിലവിൽ യോഗ്യരായിട്ടുള്ള 3 പേര് കോൺഗ്രസിൽ നിന്ന് ഉയർത്തി കാണിക്കുന്നുമുണ്ട്. നമ്പർ 1 വി.ഡി. സതീശൻ, നമ്പർ 2 രമേശ് ചെന്നിത്തല, നമ്പർ 3 കെ.സി. വേണുഗോപാൽ. ഞാൻ ഈ ക്രമത്തിൽ പറഞ്ഞതുകൊണ്ട് ഇവർക്ക് ആർക്കും 1, 2, 3 റാങ്ക് കൊടുത്തിട്ടൊന്നുമല്ല. നമുക്ക് വി.ഡി. സതീശനിൽ നിന്ന് തുടങ്ങാം. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം എന്നത് സാധാരണക്കാരുടെ കൂടി ഒരു ആവശ്യമാണെന്നുള്ളത് ഇലക്ഷന് മുമ്പും ഇലക്ഷൻ ശേഷവും മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമാണ്. വ്യക്തമായി അറിയാം, 2026 നിയമസഭാ ഇലക്ഷൻ പ്രചരണം നടത്തിയതും മുന്നിൽ നിന്ന് നയിച്ചതും 100-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പറഞ്ഞതും എല്ലാം വി.ഡി. സതീശനാണ്. ഒരു വി.ഡി. സതീശൻ ഫാക്ടർ ഈ ഇലക്ഷനിൽ ഉണ്ടായിരുന്നു എന്നതും സത്യമാണ്. എന്നാൽ നിലവിൽ ഹൈക്കമാൻഡ് വന്ന് കേരളത്തിൽ ചോദിച്ചപ്പോൾ നിലവിൽ ഒരു 6 MLA-മാർ മാത്രമേ അദ്ദേഹത്തിന് പിന്താങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായും അല്ലാതെയൊക്കെ പുറത്തു വരുന്ന കണക്ക്. ഇനി രമേശ് ചെന്നിത്തലയിലേക്ക് പോകാം. രമേശ് ചെന്നിത്തല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം KPC പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഭരണ പരിചയമുണ്ട്, മന്ത്രിയായി പരിചയമുണ്ട്. ഇതൊന്നുമല്ലാതെ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അവസാനത്തെ 2.5 വർഷം മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല വരുമെന്ന് ഒരു അഭ്യൂഹവും ഉണ്ടായി. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. ആ സമയം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റിയാണ് ഒരു തലമുറ മാറ്റം എന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നു. നിലവിൽ ഹൈക്കമാൻഡ് വന്ന് MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഏകദേശം 8 MLA-മാർ രമേശ് ചെന്നിത്തലയെ പിന്താങ്ങുന്നു എന്നൊരു വാർത്തയുമുണ്ട്. ഇനി മൂന്നാമതായി നമുക്ക് കെ.സി. വേണുഗോപാലിലേക്ക് പോകാം. അദ്ദേഹം കിങ് ആകാനല്ല, ശരിക്കും കിങ് മേക്കർ ആകാനാണ് ശ്രമിക്കുന്നത്. 47 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് കെ.സി. വേണുഗോപാൽ രംഗത്തുള്ളത്. അദ്ദേഹം നിലവിൽ മത്സരിച്ചിട്ടില്ല, MLA ആയിട്ടില്ല, എന്നാൽ നിലവിൽ കേരളത്തിലെ MP ആണ്. ഇവിടെ ഫ്രെയിമിൽ കെ.സി. വേണുഗോപാൽ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടത്തിയതിൽ മുഖ്യ പങ്ക് കെ.സി. വേണുഗോപാൽ വഹിച്ചത് കൊണ്ട് തന്നെയാണ് 47 MLA-മാർ അദ്ദേഹത്തിന് പിന്താങ്ങുന്നത്. ഇവിടെ ജനരോഷം അദ്ദേഹത്തിന് എതിരാണ്. കാരണം ഫ്രെയിമിൽ ഇല്ലാത്ത ഒരാൾ അവസാനം കെട്ടിത്തൂങ്ങി ഇറങ്ങി വന്ന് മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നൊരു ജനവികാരം കൂടി നിലവിലുണ്ട്. ഇനി കെ.സി. വേണുഗോപാൽ എന്ന വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമോ? അദ്ദേഹം MP സ്ഥാനം രാജിവെച്ച് ഒരു MLA തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ അദ്ദേഹം MLA ആയി ജയിക്കുമോ? അദ്ദേഹം രാജിവെക്കുമ്പോൾ ഉണ്ടാകുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചു കയറുമോ എന്നിങ്ങനെ ചോദ്യങ്ങളുണ്ട്. ഇതിനോടൊപ്പം തന്നെ AICIയുടെ ഏറ്റവും വിശ്വസ്തൻ, രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തമുള്ള പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി, ഇദ്ദേഹം ചുമ്മാ തങ്ങ് അതെല്ലാം വേണ്ട എന്ന് വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമോ? ഇവിടെയാണ് ശരിക്കുള്ള കളി നടക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ്ങിനാണ് കെ.സി. വേണുഗോപാൽ ശ്രമിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആകാനും ശ്രമിക്കുന്നില്ല, കേരളത്തിന്റെ തലപ്പത്ത് വരാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം. ആ ഒരൊറ്റ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി പദത്തിനായി അദ്ദേഹം ഇത്രയേറെ ചരടുവലികൾ നടക്കുന്നത്. കെ.സി. വേണുഗോപാൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു മുഖ്യമന്ത്രി പദത്തിനുള്ള തർക്കം പോലും വന്നത്. അല്ലെങ്കിൽ വി.ഡി. സതീശൻ എന്നുള്ള ഒറ്റ പേരിൽ ഇത് ഒതുങ്ങുമായിരുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. കെ.സി. വേണുഗോപാൽ ആഭ്യന്തരവും ധനകാര്യവും KPC പ്രസിഡന്റും പോലെയുള്ള മുഖ്യ പോസ്റ്റുകൾ ചോദിച്ചു വാങ്ങിയെടുത്ത് മുഖ്യമന്ത്രി പദമങ്ങ് ഒഴിയും. ചുരുക്കി പറഞ്ഞാൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ആ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. കാരണം ഇവിടെ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും തമ്മിൽ ഒരു പോര് നടക്കുന്നതായാണ് നിലവിലെ കേരള ചിത്രം. ഇതിന്റെ പ്രത്യാഘാതമായിട്ടാണ് വി.ഡി. സതീശൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ സാഹചര്യം ഉണ്ടായത്. കാരണം വി.ഡിക്ക് മനസ്സിലായി തന്നെ വളർത്താനല്ല കൊല്ലാനാണ് ഈ പ്രചരണങ്ങളെല്ലാം നടക്കുന്നതെന്ന്. ഇതോടുകൂടി കെ.സി. വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടി രമേശ് ചെന്നിത്തല കേരള മുഖ്യമന്ത്രിയാകുമെന്നതാണ് നിലവിൽ വരാൻ പോകുന്ന ഫോർമുല.